വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാടിന്റെ പോർക്കളത്തിൽ നിന്നും റിപ്പോർട്ടർ ടിവിയുടെ സ്പെഷ്യൽ കുരുക്ഷേത്രം എഡിറ്റോറിയൽ ടീമിനൊപ്പം റിപ്പോർട്ടർ മെഗാ ലൈവത്തോൺ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്താണ്. ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് പാലക്കാട്ടെ വോട്ടർമാർക്ക്. നമുക്ക് ആ വോട്ടർമാരിലേക്ക് ഒരു ക്വിക്ക് സർവേ നടത്തിയാലോ? റൈറ്റ്, ഞാൻ ഈ സൈഡിൽ നിന്ന് വരാം. വലത്തെ സൈഡിൽ നിന്ന് സുജയ, ഇടത്തെ സൈഡിൽ നിന്ന് ഞാൻ. ഓക്കെ ഫൈൻ. വി സ്റ്റാർട്ട് വിത്ത് ഹിയർ. ഓക്കെ റെഡി സാർ. പാലക്കാട് എന്താ സാധ്യത? പാലക്കാട് രാഹുലിന് സാധ്യത കൂടുതലും. ഷാരൊക്കെ വന്നാലും സുജയ ഓരോന്നോരോന്നായിട്ട് പോവാം. റൈറ്റ്, ആരൊക്കെ വന്നാൽ നമുക്ക് ബേസിക് ഉള്ള കാര്യങ്ങൾ ചെയ്തു തരണം. റോഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ്, ഗവൺമെന്റ് ഹോസ്പിറ്റല്, റോഡ് ഇപ്പം ഭയങ്കര അടിസ്ഥാന സൗകര്യ വികസനം വേണം. ആര് വന്നാലും സുജയ എന്താണ് വേണ്ടത്? വോട്ടറല്ലേ ഇക്ക പറയുന്നൊന്നും കേൾക്കണ്ട, നമ്മുടെ വോട്ടാണ്. ഡോക്ടർ സരിൻ ജയിക്കും. ഡോക്ടർ സരിൻ ജയിക്കും. LDF എങ്ങനെയാണ് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണ്. വികസന തുടർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടുണ്ടാവും. 15,000 വോട്ടിന്റെ വിജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടെ പാലക്കാട് വിജയിച്ചിരിക്കും. രാഹുൽ മാങ്കൂട്ട 15,000 മേലുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കും. 15,000. ഓക്കെ, ഇവിടെ എന്താ സാധ്യത? 100%. സാറേ 13 കൊല്ലം ഷാഫി പറമ്പിൽ ഭരിച്ചു, 10 കൊല്ലം മുനിസിപ്പാലിറ്റി BJP ഭരിച്ചു. ഒരു റോഡ് പോലും ഇല്ല, ഒരു ടൗൺ ഹാൾ ഇല്ല സാറേ, ഒരു സിന്തറ്റിക് ട്രാക്കിലേക്ക് പോകാനുള്ള വഴി പോലും ഇല്ല. വൈകുന്നേരം 8 മണി കഴിഞ്ഞ് ഇരുട്ടാണ് പാലക്കാട് ടൗണിനുള്ളിൽ. അതിനൊരു വെളിച്ചം ഇറങ്ങി ഇടതുപക്ഷ സർക്കാർ തന്നെ വരണം. അപ്പൊ ഇതുവരെ വെളിച്ചം കൊടുക്കാൻ KCB കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. കോൺഗ്രസിനെ മുനിസിപ്പാലിറ്റി KCB ഇപ്പോഴും LDF സർക്കാരിന്റെ കയ്യിലല്ലേ? പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേകിച്ച് KCB ഇല്ല സാർ. ചെയ്യണ്ടേ സാർ? അത് നേതൃത്വം കൊടുക്കണം. അത് KCB ചെയ്യണ്ടേ? അതിന് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഭരിക്കുന്ന ആളല്ലേ മുനിസിപ്പാലിറ്റിക്ക് KCB ഉത്തരവാദിത്വം ഇല്ല സാർ. സാറേ മുനിസിപ്പാലിറ്റി അല്ലേ നോക്കണ്ടേ സാറേ? KCB അല്ലേ നോക്കണ്ടേ സാറേ? അല്ല, മുനിസിപ്പാലിറ്റി നോക്കണം. KCB എങ്ങനെ മുനിസിപ്പാലിറ്റി നോക്കുന്നത്? അത് വാർഡ് ഇരിക്കണം, അതായത് വാർഡ് മെമ്പർമാർ നോക്കണം. വാർഡ് മെമ്പർ നോക്കിയില്ല എന്നുള്ളതാണ്. റൈറ്റ്, ഓക്കെ. 25,000 വോട്ടിന് ജയിച്ചിരിക്കും. ഒരു ഭരണപക്ഷം എവിടെ നിന്ന് വരും ഈ വോട്ട്? 25,000. അല്ല, ഈ വോട്ട് എവിടെ നിന്ന് വരും? 23-ാം തീയതി 11 മണിക്ക് 25,000 വോട്ട് ജയിച്ചിരിക്കും. യുവാക്കളുടെ വോട്ട് ഈ യുവാക്കളുടെ വോട്ട് ആർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു നിമിഷം. അല്ല, ശരി. യുവാക്കളുടെ വോട്ട് ആർക്ക് കിട്ടും? ഡോക്ടർ പി സരിന്. അപ്പൊ ചേട്ടന്റെ വോട്ടോ? എല്ലാവരുടെ വോട്ട്. യുവാക്കളുടെ വോട്ട്, ചേട്ടന്റെ വോട്ടോ? ഒരു ചേട്ടൻ വന്നു, ഡോക്ടർ അരുൺ, നമ്മുടെ അതിഥിയായ ചേട്ടൻ വന്നു. VV രാജേഷ്. ഓക്കെ, വെൽക്കം VV രാജേഷ്. വെൽക്കം ടു കുരുക്ഷേത്രം. വെൽക്കം VV രാജേഷ്. ഏറെക്കാലമായി നമ്മുടെ ടെലിവിഷൻ ചർച്ചകൾ നേരിട്ട് കണ്ടുമുട്ടിയതിപ്പം കുറച്ചു കാലത്തിന് ശേഷമാണ്. താങ്ക് യു, വെൽക്കം. റൈറ്റ്, ഓക്കെ. അപ്പൊ നമ്മൾ തുടരുന്നു. പറഞ്ഞോ. യുവാക്കൾ ഇവിടെ ആര് ജയിച്ചാലും സാറേ, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ BJP ആയാലും CPM ആയാലും ഇനി കോൺഗ്രസ് ആയാലും ശരി, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP ആണ്. ഇവിടെ യുവാക്കളിൽ നിന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു സംഭവങ്ങൾ ചെയ്തു തന്നിട്ടില്ല. അതൊന്ന് യുവാക്കളെ പൂർണ്ണമായി മുനിസിപ്പാലിറ്റി തഴഞ്ഞു. നമ്മളിപ്പോൾ 18 വയസ്സായി ലൈസൻസ് എടുത്ത ആൾക്കാരല്ലേ, ബൈക്ക് ഓടിച്ചിട്ട് പോകുമ്പോൾ വണ്ടി സ്റ്റെമ്പ് കംപ്ലൈൻ്റ് ആവണം ഇവിടെ മുനിസിപ്പാലിറ്റി കൂടെ. മുനിസിപ്പാലിറ്റി റോഡിൽ കൂടെ പോയാൽ അതുപോലെ തന്നെ ഇവിടെ മേപ്പറമ്പ് വെങ്ങളാപ്പറമ്പ് കൂടെ ഒന്ന് വരണം. അതായത് അനാഥ പോലെയാണ് അവിടുത്തെ റോഡുകൾ കിടക്കുന്നത്. വാസ്തവമാണ് പുള്ളി പറഞ്ഞു. ആർക്കാ സാധ്യത ഇവിടെ? രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം? ഷാഫി പറമ്പിന്റെ ഭരണം പുള്ളി പിന്തുടരും, അത് ആ വിശ്വാസമാണ്. ഓക്കെ. അരുൺ സാറേ, മുനിസിപ്പാലിറ്റിയിൽ എവിടെയെങ്കിലും ഒരു റോഡ് നല്ലതുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരും. നിങ്ങൾ നമുക്ക് ഒന്നിച്ച് ലൈനിലിപ്പോ ഒറ്റ റോഡില്ല. ഈ ചുറ്റുപാടത്ത് ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത സരിന് 25,000 ഒക്കെ പറഞ്ഞു കിട്ടും. മൊത്തം കിട്ടുന്ന വോട്ടറാണോ പറഞ്ഞത്? അത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കും. കാരണം നിയമസഭയില് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് 2 വർത്തമാനം പറയാൻ കെൽപ്പുള്ള ഒരു യുവത്വമാണ് രാഹുൽ മാങ്കൂട്ടം. അല്ല, അപ്പൊ സുഹൃത്തെ, അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുഖത്ത് നോക്കി വർത്താനം പറയാറില്ലേ? ഓക്കെ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. എന്തുകൊണ്ട്? എന്തിന്? ജനങ്ങളുടെ ഹിതം അനുസരിച്ചുള്ള ഒരു സർക്കാർ ഈ രാജ്യത്തുണ്ടാണോ, അതുകൊണ്ട് ജനങ്ങളുടെ ഹിതം അറിയണ. ഇവിടെ യുവാക്കളുടെ വിഷയം ചർച്ച ചെയ്യുകയാണ്. അന്നേരം ഇവിടുത്തെ യുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, PSC നിയമനങ്ങൾ നടക്കുന്നില്ല. PSC ലിസ്റ്റുകൾ എന്ത് ചെയ്യാണ്, നോക്കുകുത്തിലായിട്ട് എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്. ഇവിടെ നിയമന നിരോധനമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ യുവാക്കൾക്ക് എന്ത് ചെയ്യുന്നത്, ജോലി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, യുവാക്കൾക്ക് പോകേണ്ടി വരുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടോ? എന്താ പറഞ്ഞു?
അരുൺജി, വി രാജേഷ് അദ്ദേഹത്തോടാണ്. നിങ്ങളുടെ പാർട്ടിയാണല്ലോ ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. നമുക്കൊരു കോർപ്പറേഷൻ പാലക്കാട് സാധ്യമാകുമോ? നിങ്ങൾ ജനങ്ങളെ സഹായിക്കുമോ? പാലക്കാട് ജനങ്ങളെ സഹായിക്കുമോ? അന്തിമ നിമിഷമാണ്. പ്ലീസ്. മറുപടിയിലേക്ക് വരാം. ഒറ്റ നിമിഷം ഒരുമിച്ച് പ്രതികരിക്കും. എനിക്ക് പറയാനുള്ളത്, ഇവിടെ കൂടിയവർക്ക് എല്ലാവർക്കും ഇവിടെ നോക്കിയാൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റി പണിതിട്ട് പകുതിയാക്കി എടുത്തിരിക്കുന്നത്. അത് ടൗൺ ഹാളിൻ്റെ ബിൽഡിംഗ് പകുതിയാക്കി എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അത് പൂർത്തിയാക്കുന്നില്ല? നമ്മുടെ ബി ജെ പി ആണല്ലോ ഇവിടെ ഫണ്ടില്ലാത്ത ഫണ്ടിൽ വരുത്തണമല്ലോ. കേന്ദ്രം ഭരിക്കണത് ഇവരല്ലേ, കേരളം ഭരിക്കണത് ഇതല്ലേ വരുത്തണമല്ലോ. അതുകൊണ്ട് പറയണത് രാഹുൽ മാങ്കൂട്ടത്തിന് ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കും ഈ പ്രാവശ്യം. ഓക്കെ അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമുക്കിപ്പം എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ഓൺലൈൻ എഡിറ്റർ നമ്മളുടെ ഓൺലൈൻ മീഡിയയുടെ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ, ഒപ്പം ആൻഡ്രു അഗസ്റ്റിൻ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാവതി എന്നിവരാണ്. നമുക്കൊപ്പം കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികളും അല്പസമയത്തുള്ളിൽ ചർച്ചയിൽ പങ്കുചേരും. നമുക്കൊപ്പം വി രാജേഷ് ഉണ്ട്. നമ്മൾ തുടങ്ങും. അവരോട് വന്നിട്ട് തുടങ്ങാം. റൈറ്റ്, ഓക്കെ. അപ്പോൾ നിലവിൽ നമുക്ക് കുറച്ചുകൂടി പ്രതികരണങ്ങൾ എടുത്ത് വരാം അല്ലേ? ഡോക്ടർ അരുൺ, ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടെന്ന് ഒരു പറയുന്നു. സ്ഥാനാർത്ഥി ഉണ്ട്. എവിടെയാ സ്ഥാനാർത്ഥി? ഇത് പതിവ് സ്ഥാനാർത്ഥിയാ. എല്ലാ സ്ഥാനാർത്ഥിയും വരുക. ഗ്യാസ് അല്ലേ? സിലിണ്ടർ അല്ലേ? അല്ലേ? സാർ, ഇവിടെ ജനശക്തി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഗ്യാസ് സിലിണ്ടറാണ്. 251 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സാർ, ചോദ്യം, ഇവിടെ 13 വർഷത്തോളം ഇവിടെ MLA ആയിട്ടുള്ള UDF, അവരുടെ വികസനം ഒന്ന് പറയണം, വിളിച്ചൊന്ന് പറയണം. അതേപോലെ തന്നെ 10 വർഷത്തോളം BJP മുനിസിപ്പാലിറ്റി ഭരിച്ചു, അവരുടെ വികസനം ഒന്ന് പറയണം. സാർ, CPM-ന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പ്രത്യേക ചോദ്യം. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ 3 ദിവസം പച്ചവെള്ളമില്ലാതെ തല്ലിക്കൊന്നിട്ടുള്ള ആ സിദ്ധാർത്ഥിന് നീതി കിട്ടിയോ എന്നുള്ളതാണ്. ശരി. എന്താ ചെറുപ്പക്കാരെ ആഗ്രഹം? ഇവിടുത്തെ എന്താ, ആർക്കെ സാധ്യത? സരിൻ. എന്തുകൊണ്ട് സരിൻ? ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, വ്യക്തിപരമായി ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരിക്കലുമില്ല. ഇന്നലെ വരെ കോൺഗ്രസിന്റെ എച്ചിൽ തിന്ന, അങ്ങനെ തന്നെ പറയണം. 2 ദിവസത്തിനുള്ളിൽ അധികാരമോഹത്തോടുകൂടെ, തീർത്തും നിലപാടില്ലാതെ സ്ഥാനാർത്ഥി മോഹത്തോടുകൂടെ ജനങ്ങളെ നയിക്കാൻ വന്ന ഒരാൾക്കും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ഉറക്കയോടെ പറയും, ഉറക്ക ഉച്ചരിച്ച് പറയും. മാങ്കൂട്ടം ജയിക്കും ശക്തമായ ഭൂരിപക്ഷത്തിന്. പിന്നെ ഇവിടെ വികസന കാര്യം പറയണം. 20,000 വോട്ടിന് ജയിക്കും രാഹുൽ മാങ്കൂട്ടം. ഇവിടെ വികസന കാര്യം ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മുൻ MLA പരസ്യമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ വരുമ്പോൾ അവരടുത്ത് ചോദിക്കണം, സംവാദത്തിൽ തയ്യാറാണോ എന്ന് ചോദിക്കണം. നോക്കൂ, ഉണ്ണി ബാലകൃഷ്ണൻ, ചർച്ചയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പാലക്കാടിൻ്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ചർച്ചയാവണമെന്ന് വോട്ടർമാർ ആഗ്രഹിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പാലക്കാട് ഈ മണിക്കൂറിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്കും അപ്പുറം മറ്റു വിവാദങ്ങളും രാഷ്ട്രീയ സംഘടനകളിലെ വിഷയങ്ങളുമാണ്. അത് ഈ തിരഞ്ഞെടുപ്പിൽ ഒരു അടിയൊഴുക്കിന് കാരണമാകുമോ? നിശ്ചയമായും ഇവിടെ വന്നപ്പം നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജനങ്ങളുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും അവരുടെ വിഷയം എന്താണെന്ന് അറിയാം. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത 24 മണിക്കൂർ പിന്നിടുമ്പോൾ ശരിയായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർ അവരുടെ നിത്യജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തന്നെയാണ് പ്രധാനമായും കാണുന്നത്. നമ്മൾ ഈ പറയുന്ന ട്രോളി വിവാദമോ, നമ്മൾ ഈ പറയുന്ന സന്ദീപ് വാര്യരോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കപ്പുറം അവർ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട്, അവർക്ക് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ മേളിൽ തന്നെയായിരിക്കും ഈ ജനത വോട്ട് ചെയ്യുക എന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സ്മൃതി ഒരു തവണ ഇവിടെ വന്നു പോയതാണ്. ഇന്നിപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ മുക്കിലും മൂലയിലും പോയി നമ്മുടെ മെഗാ ലൈവത്തോണുമായി നമ്മുടെ ഇലക്ഷൻ ബസ്സുമായി പോയി. എന്താണ് പൊളിറ്റിക്കൽ പൾസ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ മുഴുവൻ നേതാക്കളും ബസ്സിലേക്ക് വന്ന് നേതാക്കളോട് സംസാരിക്കായിരുന്നു. അതുപോലെ നമ്മുടെ വിവാദ വിഷയങ്ങളിലാണ് അവരും പ്രതികരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുകളിലേക്ക് പോകുമ്പോഴൊക്കെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കർഷകരുടെ പ്രശ്നം പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണല്ലോ. അതുപോലെ PSC നിയമനവും ബന്ധപ്പെട്ട് യുവാക്കൾ പറയുന്നുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് പ്രതിഫലിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉന്നയിക്കുന്ന വിവാദ വിഷയങ്ങൾ, ട്രോളി വിവാദത്തിന്റെ ഘട്ടത്തിലാണ് ഞാനിവിടെ വന്നിരുന്നത്. അപ്പോൾ ആ വിഷയം ഇങ്ങനെ അങ്ങോട്ട് പരസ്പരം ആരോപണം പ്രത്യാരോപണം
കാണുന്നവർക്ക് ആ സമയത്തൊരു ആവേശം എന്നതിലപ്പുറം അതിലപ്പുറത്തേക്ക് അതിന് പ്രാധാന്യമില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ സാധ്യത ഇല്ല, അതിനെക്കാട്ടപ്പുറം അതിൽ ഉന്നയിച്ച ആരോപണങ്ങൾ കടന്നു ചെന്ന് പിന്നെ ഏതെങ്കിലും രൂപത്തിൽ പേഴ്സണൽ അറ്റാക്കിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുക. ഓക്കെ സുജയ്, നോക്കൂ, ഇനി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അത്രയും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. നാളെ 6 മണിയോടുകൂടി കൊട്ടിക്കലാശമാണ്. പാലക്കാട് തിരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകളെ കൃത്യമായും വോട്ടർമാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? വോട്ടർമാർ ഇതിനകം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതിനായിട്ട് 20-ാം തീയതി രാവിലെ പോളിംഗ് ബൂത്തുകൾ ഓപ്പൺ ആവാൻ അവർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ കൂടുതൽ വോട്ട് കിട്ടും എന്നൊക്കെയുള്ളത് ഒരു മിഥ്യാധാരണയാണ്. അവസാന നിമിഷത്തിലെ ആ സർജിക്കൽ സ്ട്രൈക്കൊക്കെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വോട്ടർമാർ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പാലക്കാടിന്റെ മണ്ണിൽ നിന്നാണ് പറയുന്നത്. പാലക്കാട്ടുകാർക്കറിയാം പാലക്കാടിനെ അറിയുന്നത് ആരാണ്, പാലക്കാടിന് വേണ്ടി നിൽക്കുന്നത് ആരാണ് എന്നതൊക്കെ അറിയാവുന്ന പാലക്കാട്ടുകാർ ആ ഒരു തീരുമാനമെടുക്കും. അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാൻ, ഏതൊക്കെ തരത്തിൽ വോട്ടുകൾ ചിതറിയെടുത്ത് കൊണ്ടുപോകാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് കൊടുക്കാൻ, അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ കാലാകാലങ്ങളായിട്ട് വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തവണ പാലക്കാട്ടെ വോട്ടർമാർ ഒരു ധീരമായ തീരുമാനമെടുക്കും. ആന്റോ, നോക്കൂ, ആദ്യം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം വലിയൊരു അപ്പർ ഹാൻഡ് കോൺഗ്രസിന് കിട്ടിയെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് കത്ത് വിവാദം വരുന്നത്. സരിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നത്. തുടർന്ന് ട്രോളി വിവാദമുണ്ടാവുന്നു. അതിനുശേഷം സ്പിരിറ്റുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാവുന്നു. അതിനുശേഷം വ്യാജ വോട്ടാരോപണ വിഷയമുണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് ഒരു ഫാക്ടറായിട്ട് മാറുന്നു. പക്ഷേ അടിസ്ഥാനമായി പാലക്കാട്ടെ വോട്ടർമാർക്ക് നല്ല റോഡ് വേണം, നല്ല വെള്ളം വേണം, അവർക്ക് നല്ല ടൗൺ ഹാൾ വേണം, അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം വേണം, ആശുപത്രി വേണം, ഇപ്പോഴും യാഥാർത്ഥ്യമാവാത്ത ഡിജിറ്റലൈസേഷൻ മൊയിൻ സ്കൂളിന് വേണം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പാലക്കാട് കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത്. ഇനി 24 മണിക്കൂറില്ല. വോട്ടർമാർക്ക് അവരുടെ വിഷയങ്ങൾ തിരിച്ചറിയാൻ ഈ ചർച്ചകൾ സഹായിച്ചിട്ടുണ്ടോ ആൻഡ്രൂ? അല്ല അരുൺ, കടുത്ത ത്രികോണ മത്സരമാണെന്നുള്ളത് നമുക്കൊരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. കാരണം അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2700ഓളം വോട്ടാണ് വ്യാജ വോട്ട് LDF പറയുന്നത്. അത് വലിയൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ പറഞ്ഞ നെൽകർഷകരുടെ പ്രശ്നമാണെങ്കിലും, ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണെങ്കിലും, ഈ പറഞ്ഞ ടൗൺ ഹാളിൻ്റെ പ്രശ്നമാണെങ്കിലും, ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നമാണെങ്കിലും ഒരു കാര്യങ്ങളും പാലക്കാട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രോളി വിവാദത്തിൻ്റെ അകത്തും ഈ കത്ത് വിവാദത്തിൻ്റെ അകത്തും ഈ വ്യാജ വോട്ടിൻ്റെ വിവാദത്തിൻ്റെ അകത്തൊക്കെ കഴിഞ്ഞ ഒരു 20-25 ദിവസമായിട്ട് അത് മാത്രമാണ് ചർച്ച ചെയ്തത്. സ്ഥാനാർത്ഥികളോട് പോലും മാധ്യമപ്രവർത്തകർ പോയി ചോദിക്കുന്ന വിവാദത്തെക്കുറിച്ചിട്ടാണ്. ജനങ്ങളുടെ പ്രശ്നത്തെ ആരും ചർച്ച ചെയ്യുന്നില്ല. ഉദാഹരണം പറഞ്ഞിട്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഒരു കാര്യം എന്താണ്, 3 സ്ഥാനാർത്ഥിയിലും ഫെമിലിയർ ആണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. സരിനാണെങ്കിലും, ഈ പറഞ്ഞ രാഹുൽ മാങ്കുടത്തിലാണെങ്കിലും, ഈ പറഞ്ഞ നമ്മുടെ സി കൃഷ്ണകുമാറാണെങ്കിലും. സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹം ഭരിച്ചിട്ടുള്ളതാണ്, BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. രാഹുൽ മാങ്കുടത്തിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ഷാഫി പറമ്പിൻ്റെ ബാക്കപ്പ് അദ്ദേഹത്തിനുണ്ട്. സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങോട്ട് കിട്ടിയ LDFിലേക്ക് വന്നപ്പോൾ കിട്ടിയ മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിക്കും അപ്പുറയാണെന്നാണ് പറയുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു ചലനം സത്യം പറഞ്ഞാൽ ഒരു ഇളക്കി മറിച്ചിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തെ. ആ പാലക്കാടത്തെ ഇളക്കി മറിച്ച മണ്ഡലത്തെ ജനങ്ങൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ആർക്ക് വോട്ട് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത്. അതിലേക്ക് എത്താൻ ഇനി അധികം ദിവസമല്ല, 24 മണിക്കൂറേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നോക്കിയിട്ട് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. എന്ത് വിവാദം നടന്നാലും ആദ്യം തുടങ്ങി അവസാനം വരെ നടക്കുന്ന എല്ലാ വിവാദങ്ങളും നടക്കുമ്പോൾ പോലും ആരും അതനുസരിച്ച് വോട്ട് ചെയ്യാൻ വിചാരിക്കുന്നില്ല. മെഡിക്കൽ കോളേജിൽ പോയി പ്രശ്നം അനുഭവിച്ച ഒരാളെങ്കിലും ഉണ്ടാവും, ഈ നെല്ലിൻ്റെ താങ്ങുവില കിട്ടാത്ത ഒരാളെങ്കിലും ഉണ്ടാവും, ഈ ടൗൺ ഹാൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാളെങ്കിലും ഉണ്ടാവും, ഈ കുഴിയാടാത്ത ഒരാളെങ്കിലും ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാലക്കാടത്തെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അവർക്ക് നല്ല രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ 2800 വോട്ട് വ്യാജ വോട്ടൊക്കെ വളരെയധികം സ്വാധീനിക്കാൻ പോകുന്ന മണ്ഡലമായിരിക്കും ഇത്. കടുത്ത ത്രികോണ മത്സരമായിരിക്കും പാലക്കാട് സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ മെഗാ ലൈവത്തോൺ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ പാലക്കാടിൻ്റെ വോട്ടർമാരുടെ മനസ്സിലാക്കിയ രാഷ്ട്രീയ വിഷയം എന്തായിരിക്കും എന്നാണ് റിപ്പോർട്ടർ മെഗാ ലൈവത്തോൺ ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി എന്നിവരുണ്ട്. ഒപ്പം അതിഥികളുണ്ട്. അല്പസമയത്തിനുള്ളിൽ CPM പ്രതിനിധി A റഹീം നമുക്കൊപ്പം ചേരും. MSFിൻ്റെ സംസ്ഥാന ഭാരവാഹി നമുക്കൊപ്പം PK നവാസ്, ഒപ്പം VV രാജേഷ് BJP സംസ്ഥാന ഭാരവാഹിയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഞാൻ നവാസിൽ നിന്ന് തുടങ്ങുകയാണ്. ഒരു ലീഗ് പ്രതിനിധി കൂടിയാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ടാണ് പാലക്കാട് വോട്ടർമാർ വിധി എഴുതേണ്ടത്? അടിസ്ഥാന രാഷ്ട്രീയ വിഷയം എന്താണ് ഇവിടെ ചർച്ച ചെയ്തത്? പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ. ഒന്ന്, അടിസ്ഥാന വികസനമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഷാഫി പറമ്പിലൂടെ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്നു നിയോജക മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഷാഫി പറമ്പിൽ നടത്തിയ വികസനങ്ങൾ, അത് വലിയ രൂപത്തിലുള്ള വികസനങ്ങൾ അടയാളപ്പെടുത്താൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിന് തുടർച്ചയുണ്ടാകണം. ഒന്നാമത്തെ കാര്യം, അതിന് തുടർച്ചയ്ക്ക് വേണ്ടി രാഹുൽ
രാഹുലിന് വോട്ട് ചെയ്യണം എന്നതാണ്. രണ്ടാമത് വിഷയം, ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗവൺമെൻറ്റുകളുണ്ട്. ഒന്ന് ഇന്ത്യ ഗവൺമെൻറ്റാണ്, മറ്റൊന്ന് കേരള ഗവൺമെൻറ്റാണ്. ഈ രണ്ട് ഗവൺമെൻറ്റിലെയും ജനവിരുദ്ധ നയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മണ്ഡലം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാർഷിക പശ്ചാത്തലമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിലെ കർഷക വിരുദ്ധ നിലപാടുകൾ, ഈ രണ്ട് സർക്കാരുകളുടെയും കർഷക വിരുദ്ധ നിലപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരുകൾക്കെതിരെ ഒരു വിലയിരുത്തലായി ഈ തിരഞ്ഞെടുപ്പ് മാറും എന്നതാണ്. ഇതുപോലെ ഇതിനേക്കാളൊക്കെ പ്രധാനമായി, അല്ലെങ്കിൽ ഇതിനെപ്പോലെ പ്രധാനമായി പാലക്കാടാണ് ഈ നിയോജക മണ്ഡലം. ഇവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് എതിരാളിയായി UDF-നുള്ളത് BJP ആണ്. BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയാത്ത വിധം ഈ വർഗീയ ചിന്തകളെ അവസാനിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ മലയാളിക്ക് പറ്റിയ തെറ്റ് അത് മലയാളിക്കൊന്നാകെ വേണ്ടി കേരളത്തിലെ പാലക്കാട്ടെ വോട്ടർമാർക്ക് തിരുത്താൻ കഴിയുന്ന ഒരു അവസരം എന്ന രീതിയിൽ അവസരം കൊടുക്കാതിരിക്കാൻ, BJP-ക്ക് ഒരു ഘട്ടത്തിലും അവസരം കൊടുക്കാതിരിക്കാൻ, അവരുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാൽ രാഹുലിന് വോട്ട് ചെയ്യണമെന്നാണ് കഴിഞ്ഞ കുറെ നാളുകളായി മൂന്നാമത്തെ എന്താണ് ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള. പക്ഷേ വർഗീയത എന്ന് പറയുമ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ നിങ്ങൾക്കെതിരെ ഒരുപോലെ CPIM-ഉം BJP ഉന്നയിക്കുന്ന ആരോപണം SDPI ബന്ധമാണ്. SDPI നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നതാണ്. PFI പ്രവർത്തകരാണ് UDF-ന്റെ ഓഫീസിന് പുറത്ത് എന്നാണ് CPM നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയണം. അങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല ലീഗിൽ കടന്നുകൂടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന അനുസരിച്ചാണ് ലീഗ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം കൂടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയാണ്. അവസാന മണിക്കൂറിലെ ആരോപണം അല്ലല്ലോ. ഈ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ BJP-യും CPM രണ്ട് മുന്നണിയല്ല, CJP ആണ് മത്സരിക്കുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവരുടെ ആ CJP-യുടെ അജണ്ടയാണത്. അത് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതൊരു വേവലാതിയില്ല. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു ജനാധിപത്യ വോട്ടുകൾ ശേഖരിക്കാണ് രാഹുൽ മത്സരിക്കുന്നത്. SDPI എന്നല്ല, ഏത് വർഗീയവാദികളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട എന്ന കാര്യം തർക്കമില്ല. പക്ഷേ ജനാധിപത്യം നിലനിൽക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ, ജനാധിപത്യം നിലനിൽക്കണമെന്ന താല്പര്യമുണ്ടെങ്കിൽ ഈ മണ്ഡലത്തിനകത്ത് BJP ജയിക്കാതിരിക്കാൻ കഴിയുന്ന ഏതെല്ലാം വോട്ടുകളുണ്ടോ ആ വോട്ടുകളൊക്കെ രാഹുലിന് ചെയ്യാം. CPM-ന് ചെയ്താൽ അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാഹുലിലേക്ക് കൊണ്ടുവരാം എന്ന് ഞങ്ങൾ പറയുന്നു. രാഹുൽ ജയിക്കണം. അത് BJP-യുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ വോട്ട് കിട്ടിയാണെങ്കിലും ഏത് തീവ്രവാദികളുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട. VD സതീശൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയം പേര് പറയാനൊരു വിഷമമുണ്ടോ? ഞങ്ങൾ പറഞ്ഞു RSS ആയാലും SDPI ആയാലും ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ആവർത്തി ചോദിക്കണ്ട. അങ്ങനത്തെ ഒരാളുകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം നിർബന്ധമില്ല. അത് പറയുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ജയിക്കുക എന്നത് അത് BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന് അവനവന്റെ മനസാക്ഷിക്ക് വിടേണ്ടതാണ്. ഞങ്ങൾ പറയുന്നത് അവരോട് എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് ഇവിടെ BJP-യുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ കരിനീഴൽ വീഴാനുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടർമാരും അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കുക. പിടിക്കുന്ന കൊടിയോടെല്ലാം മനസാക്ഷിയോട് ചോദിക്കുക. ഇവിടെ UDF ജയിക്കേണ്ട അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നതാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ BJP തോൽക്കാൻ വേണ്ടി ആരുമായും കൂട്ടുപിടിക്കുമെന്ന്. അതിൽ SDPI-യും ഗ്രീൻ ആർമിയും ഒക്കെ ഇതിനകം തന്നെ ഇറങ്ങി വോട്ട് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഇറക്കിയിരിക്കുകയാണ്. അതിലെ ലഘുലേഖകൾ അടക്കം ഇപ്പോൾ CPIM ആ ലഘുലേഖകളുടെ പ്രിന്റ് ഔട്ട് അടക്കം ഈ പള്ളികളിൽ വിതരണം ചെയ്യുന്നു. പള്ളികളെ വർഗീയ പ്രചാരണത്തിന്റെ വേദിയാക്കുന്നതിനോട് മുസ്ലിം ലീഗ് യോജിക്കുന്നുണ്ടോ? SDPI അങ്ങനെ ചെയ്യുമ്പോൾ ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. പള്ളികളെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കുന്നതിനോട് പോലും ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നെ പള്ളികൾ എന്ന് പറയുന്നത് ഒരു സമുദായത്തിൻ്റെ എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു കേന്ദ്രങ്ങളിൽ ആ സമുദായത്തിൻ്റെ നിലപാട് അവിടെ പറയും. അത് പള്ളികളിൽ പറയും, ചർച്ചുകളിൽ പറയും. സ്വാഭാവികമായി പാലക്കാട് പോലത്തെ ഒരു മണ്ഡലത്തിൽ ഒരു വർഗീയ സംഘത്തിന് ഇടം കിട്ടാതിരിക്കാനുള്ള പ്രതിരോധങ്ങൾ അവിടെ ഉണ്ടാകും. അത് നോട്ടീസ് വിതരണം ചെയ്യുന്നവർ ആരാണെന്നോ അവിടെ നോട്ടീസ് ഏതാണെന്നോ പള്ളിക്കകത്തല്ല, അത് തെരുവിൽ വെച്ച് റോഡിൽ വെച്ചാണ് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഈ നിയോജക മണ്ഡലത്തിലെ പള്ളിയിൽ പോയ ആളാണ്. നിങ്ങൾ പറഞ്ഞ നോട്ടീസ് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ നോട്ടീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ഞാൻ പറയാം. UDF എന്നോ LDF എന്നോ ഏതെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ നോട്ടീസ് കണ്ടിട്ടില്ല. ഞാൻ വായിച്ച നോട്ടീസിനകത്ത് ഞാൻ പറയാം സുജയ, ഞങ്ങൾ വായിച്ച നോട്ടീസിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് കണ്ട നോട്ടീസിനകത്ത് അങ്ങനെ BJP ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, ഇനി നിങ്ങൾക്ക് കയ്യിൽ അങ്ങനെ നോട്ടീസ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ നിലപാട് ഞാൻ പറയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് SDPI സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരെ സമ്മതിദാനാവകാശം BJP CPIM ഡീലിനെ പരാജയപ്പെടുത്തുക. മൂന്നാമത്തെ സ്ഥാനാർത്ഥി ആരാ?
അല്ല ആ പറഞ്ഞത് കാര്യം അതിന് ചോദ്യം ചോദിക്കേണ്ട എസ് ടി പിയുടെ പ്രതിനിധിയോടാണ്, ലീഗിന്റെ പ്രതിനിധിയോടാണ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വോട്ട് ചോദിക്കുന്ന പാലക്കാടിലെ മുഴുവൻ ജനങ്ങളോടുമാണ്. അവർ പിടിക്കുന്ന കൊടി ഞങ്ങളുടെ പ്രശ്നമല്ല, അവർ വിളിക്കുന്ന മുദ്രാവാക്യമല്ല. ഞങ്ങൾ പറയുന്ന RSSനെതിരെ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം, BJPക്കെതിരെ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം ഇവിടെ രാഹുൽ നടത്തുന്നു. അതിന് BJP ഏതെങ്കിലും തരത്തിൽ ജയിച്ചു കയറാമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്വപ്നങ്ങളെ തകർത്തു കളയാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഒരു പാർട്ടിയോട് ഞങ്ങൾ എന്തുകൊണ്ടാണ് BJPക്കും CPMനും ഒരേ ആരോപണങ്ങൾ വരുന്നത്? അല്ലല്ല, മതരാഷ്ട്രവാദം പറയുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. അപ്പുറത്ത് RSSനും അതേ ആശയം തന്നെയാണുള്ളത്. അപ്പോൾ SDPI അതിതീവ്ര സംഘടനയാണ്. SDPI അങ്ങനെയാണ് നിരോധിക്കണമല്ലോ, നിരോധിത സംഘടനയല്ല. അപ്പോൾ SDPI ആണ് ഏറ്റവും വലിയ അപകടകാരി. അവർ പിന്തുണ സ്വീകരിക്കുന്നോ ഇല്ലയോ, അവരുടെ പേര് പറയൂ എന്ന് ആവർത്തിച്ച് BJPയും പറയുകയാണ്, CPM പറയും. എന്തുകൊണ്ടാണ് ഈ ഒരു ഐക്യം വരുന്നത്? അല്ല, RSSന് അതുപോലുള്ള ആശയമാണ് എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ആശയം അല്ല, RSSന്റെ ആശയം താങ്കൾക്ക് ഇത്രയും കാലം മനസ്സിലായില്ലെങ്കിൽ താങ്കൾ എന്തിനാ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അപ്പോൾ ആശയം മറ്റു മതരാഷ്ട്രമാശയമല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, മതരാഷ്ട്രമല്ല, ഒരു സാംസ്കാരിക ദേശീയതയാണ് RSSന്റെ ആശയം എന്നുള്ള ബേസിക് കാര്യം പോലും സ്മൃതി മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സാംസ്കാരികതയാണെന്നുള്ളതാണ് അതിന്റെ കുഴപ്പം. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്നില്ല സുഹൃത്തെ. അല്ല, അങ്ങനെയാണ് ഞാൻ പറയട്ടെ, BJPക്കും CPMനും SDPയുടെ കാര്യം പറയുമ്പോൾ ഏകസ്വരം. ഞാനൊന്ന് CPMന്റെ സ്വരം എന്താണ്? അല്ല, ആ ബൈക്കില്ലാത്തോട്ട് പ്രതികരിക്കരുത് രാജേഷ്. CPMനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ CPMന്റെ റഹീം വരുമ്പോൾ ചോദിച്ചോളൂ. എന്റെ പാർട്ടിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഞാൻ ഉത്തരം പറയാം. പിന്നെ അല്ല, ഞാനൊരു കാര്യം പറയാം. ആരോഗ്യപരമായ ഒരു ചർച്ച ആരും പുറത്ത് കേൾക്കുന്നില്ല എന്നുള്ള അല്ല പ്രശ്നം. ആരോഗ്യപരമായ ഒരു ചർച്ച നടക്കുമ്പോഴേക്കും അവസരം തരുന്ന സമയത്ത് ആർക്കും ഇടപെടാം, എന്ത് ചോദ്യം ചോദിക്കാം. അല്ലാത്തപ്പോൾ നിന്നിട്ട് ഈ അങ്ങനെ ഒരു തിണ്ണമെടുക്ക് കാണിക്കുന്നത് ആരോഗ്യപരമല്ലെന്നുള്ള എൻ്റെ അഭിപ്രായം. എന്തായാലും ഞാൻ പറയാം. ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, അതായത് SDPയെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണം അവസാന ഘട്ടത്തിൽ BJP കൊണ്ടുപോകുന്നു, CPM കൊണ്ടുപോകുന്നു. അത് എന്തുകൊണ്ടാണ് ഒരേ സ്വരം എന്നാണ് ചോദ്യം. അല്ല, CPMനോട് ചോദിക്കാനുള്ള കാര്യം CPMനോട് ചോദിക്കുക. ഞാൻ പറയാൻ കാരണം, അതായത് ഈ ഞായറാഴ്ചയും തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയും കൃത്യമായിട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ഓരോ കോണിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള ഒരു താല്പര്യത്തോടെ യാത്ര ചെയ്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഞാൻ ഇവിടെ പാലക്കാട് കണ്ടത്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് യൂത്ത് കോൺഗ്രസിലേക്ക് കുടിയേറിയ ചില പോപ്പുലർ ഫ്രണ്ടുകാർ നിരോധിച്ച സമയം, ഞാൻ അടിവരയിട്ട് പറയുന്നു, യൂത്ത് കോൺഗ്രസിലേക്ക് കുടിയേറിയ ചില പോപ്പുലർ ഫ്രണ്ടുകാർ കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്നും പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പാലക്കാടല്ല, BJP പ്രിൻസിപ്പൽ ഒപ്പോണൻ്റായിട്ട് വരുന്ന ഭാഗങ്ങളിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായാലും LDF സ്ഥാനാർത്ഥിയായാലും അവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർ അങ്ങ് നിന്നു കൊടുത്താൽ മതി. പാലക്കാടത്തെ ഈ 2 ഞായറാഴ്ചകളിലുള്ള ഉദാഹരണം, ഞാൻ മനസ്സിലാക്കിയ ഉദാഹരണം വെച്ച്, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും മുറുക്ക് മൂർഖം പാമ്പെന്നൊക്കെ പറയുന്നത് പോലെ SDPI നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിലുള്ള ആൾക്കാർ, ജമാഅത്ത് ഇസ്ലാമി, PDP ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ സ്വന്തം ചെലവിൽ BJP പ്രിൻസിപ്പൽ ഒപ്പോണൻ്റ് ആണെങ്കിൽ ആ മണ്ഡലങ്ങളിൽ വന്ന് സ്വന്തം ചെലവിൽ BJPക്കെതിരെ ആരാണോ നിൽക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ ജനാധിപത്യ സംവിധാനം വിജയിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ അതിനെതിരായിട്ടൊരു നിലപാട് പാലക്കാടത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ നിലപാടിനോടൊപ്പമാണ് പാലക്കാടത്തെ ജനത. അതുകൊണ്ടാണ് അതിനെതിരായി ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ സന്ദീപിൻ്റെ വിഷയം നേരത്തെ ചർച്ച ചെയ്തു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അടിസ്ഥാനമായി BJPയുടെ കോട്ടകൾക്കുണ്ടായിരുന്നൊരു ആത്മവിശ്വാസം, BJPയുടെ സംഘപരിവാർ പ്രവർത്തകർക്കുണ്ടൊരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രവർത്തകർക്കുള്ള ആത്മവിശ്വാസം കൃത്യമായ അളവിൽ നിലനിർത്തുന്നുണ്ട്. കൂടേണ്ട സമയത്ത് കൂടിയിട്ടുണ്ട്. അത് 20-ാം തീയതി വരുമ്പോഴേക്കും അതിന്റെ ഉച്ചസ്ഥായിലാകും. എല്ലാ പ്രവർത്തകരും, ഇപ്പൊ ശ്രീധരൻ സാറ് 3800 വോട്ടാണ് അദ്ദേഹത്തിന് കുറവുണ്ടായിരുന്നത്.
ആ 3800 വോട്ടിന് ഒരു 3-4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ എത്തിക്കുവാനുള്ള എല്ലാ ആത്മവിശ്വാസവും ആവേശത്തോടും കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ അനാവശ്യമായുള്ള ബഹളമോ ചർച്ചകൾക്ക് 4 ചുറ്റും ആളിനെ കൊണ്ടുപോയി കാര്യം അവർക്കൊക്കെ ഫീൽഡിൽ പണിയുണ്ട്. ആളിനെ കൂട്ടിയിട്ടുള്ള കയ്യടിയോ ഒന്നും ഞങ്ങൾ നോക്കാൻ കിട്ടുന്നില്ല. ഞങ്ങൾ നല്ല ആത്മവിശ്വാസമുണ്ട്. അതൊരു മാസ് ക്യാമ്പയിൻ അല്ല, നിങ്ങളൊരു ഗ്രൗണ്ട് ക്യാമ്പയിൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി രാജേഷ്, ഒരു സംശയം നോക്കൂ, ഇവിടെ നവാസ് പറഞ്ഞു വെച്ചു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, ഷാഫി പറമ്പിലെ വികസനത്തിന് തുടർച്ചയായിരിക്കും രാഹുലിൻ്റെത്. 2, വർഗീയത എതിർക്കാനുള്ള രാഷ്ട്രീയ പ്രതിരോധമായിരിക്കും പാലക്കാട്ടെ വോട്ട്. 3, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കും പ്രതിഫലിക്കുക. ഇതിനെ എങ്ങനെ നിങ്ങൾ കാണുക? അല്ല, ഞാൻ അവസാനത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. കേന്ദ്ര സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ 4-5 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റും അല്ല മന്ത്രിമാരും വീട്ടിൽ പോയിരിക്കണ്ടേ? ആ ഗവൺമെന്റിലുള്ള പ്രധാനമന്ത്രിയും ഏറെക്കുറെ എല്ലാ മന്ത്രിമാരും തന്നെയാണ് തുടരുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒരു 10-40 സീറ്റ് കുറഞ്ഞു പോയി. ആ ഗവൺമെന്റ് ചരിത്രത്തിൽ 3 തവണ തുടർച്ചയായിട്ടൊരു പ്രധാനമന്ത്രി അധികാരത്തിലേറുന്ന ഇത്രയും മികച്ചൊരു അവസരം ഞങ്ങൾ കാഴ്ചവെച്ചിട്ട് പാലക്കാട് തോറ്റുപോയി BJP. സാർ, പാലക്കാട് തോറ്റത് 2021 ഞാൻ പറഞ്ഞ 2024 കാര്യമല്ലേ? അതിനുശേഷം ഛത്തീസ്ഗഡിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാ ജയിച്ചത്? അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ ജയിച്ചില്ലേ? അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറയാനുള്ള ആരോഗ്യമൊന്നും മുസ്ലിം ലീഗിനില്ല. അതുകൊണ്ട് ലീഗ് അക്കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി അവരാരോപിച്ചോട്ടെ. കേന്ദ്രത്തിന്റെ ഭരണവിരുദ്ധ ആരോപം നമുക്ക് 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാം. ഇവിടെ കൃഷ്ണകുമാർ ജയിക്കേണ്ടത്, താങ്കൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു. അത് ലീഗിന്റെ പ്രതിനിധിയോടാണ് ചോദിച്ചത്. കൃഷ്ണകുമാർ ജയിക്കേണ്ടതിന്റെ ആവശ്യകത സ്വാഭാവികമായിട്ട് എനിക്ക് പറയാനുണ്ടല്ലോ. 3 കാര്യങ്ങളാണ്. പല ഘടകങ്ങളുണ്ട്. ഞാൻ 3 കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1, ആദ്യം പറഞ്ഞത് കേരളത്തിന്റെ നാനാഭാഗത്തുമുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകർ ഉൾപ്പെടെ, നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പ്രവർത്തകർ ഉൾപ്പെടെ സ്വന്തം ചെലവിൽ ഇവിടെ വന്നുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് തരത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള രാജ്യദ്രോഹ സംഘടനകളാണോ പാലക്കാടത്തെയും കേരളത്തെയും ജനവിധി തീരുമാനിക്കേണ്ടത്? അവർ പറയുന്നത് തൃശ്ശൂരിൽ പറ്റിയ അബദ്ധം പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എവിടെ നിന്നൊക്കെ വോട്ട് സ്വാധീനിക്കാൻ സാധിക്കുമോ അവർ ശ്രമിക്കുന്നു. അതിനെതിരായിട്ട് പാലക്കാട് നിലകൊള്ളണം, വിധി എഴുതണം. നമ്പർ 1. നമ്പർ 2, ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള IT ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട് പാലക്കാട്. 51,000 പേർക്ക് ജോലി കിട്ടുന്നത്. തീർച്ചയായിട്ടും കൃഷ്ണകുമാർ ഇവിടെ നിന്ന് ജനപ്രതിയായ നിയമസഭയിൽ എത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ സജീവമായ ഇടപെടലോടെ കൃഷ്ണകുമാറിന് അത് സാധിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം കഴക്കൂട്ടത്ത്, തിരുവനന്തപുരത്ത് IT പാർക്ക് വരുന്നതിന് മുമ്പുള്ള കഴക്കൂട്ടം അതിന് ശേഷമുള്ള കഴക്കൂട്ടം നമ്മളത് കമ്പയർ ചെയ്ത് നമ്മളൊക്കെ അവിടെ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ അവിടെ 51,000 പേർക്ക് നേരിട്ടും നിരവധി പേർക്ക് അല്ലാതെയും തൊഴിൽ കിട്ടുന്നു. കൃഷ്ണകുമാർ കൊടുക്കാമല്ലോ. ഞാൻ പറയട്ടെ പറയാം. ഒരു ചോദ്യം പറയട്ടെ. അല്ലല്ല, എന്നെ വഴിതെറ്റിക്കില്ല. എന്നെ വഴിതെറ്റിക്കില്ല. ഞാൻ ജനങ്ങളുടെ ഇടയിൽ, ഞാൻ ചാനൽ ചർച്ച ചെയ്യുന്ന പറഞ്ഞ നേതാവൊന്നുമല്ല. ഞാൻ നന്നായിട്ട് റോഡിൽ ഇറങ്ങി പ്രവർത്തിച്ച് പോസ്റ്റർ ഒട്ടിച്ച് വന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് 15,000 ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിൽ വാർഡിൽ നിന്നിട്ട് 15,000 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ വാർഡിൽ നിന്നിട്ട് 1150 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ഞാൻ. പറയട്ടെ മോനെ. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലോ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്നെ വഴിയേറ്റിക്കാനൊന്നും പറ്റില്ല. ഞാൻ ജനങ്ങൾ പ്രതികരിച്ചാൽ പോസിറ്റീവായിട്ട് ഞാൻ അഡ്രസ് ചെയ്യാം അവിടെ. എന്റെ അഭിപ്രായം ഇനി പറയാം. താങ്കൾ ചോദിച്ചത് എന്തിനാണ് ഒരു MLA എന്ന്. ഞാൻ പറഞ്ഞോട്ടെ. പാലക്കാട് MLA BJPക്ക് ഇല്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ പാലക്കാട് ഒരു വികസനത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രോജക്റ്റ് പ്രഖ്യാപിച്ചത്. ഇനി ഇവിടെ നിന്ന് കൃഷ്ണകുമാർ MLA ആയി കഴിഞ്ഞാൽ ഞാനങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞേക്കാം, സി കൃഷ്ണകുമാർ എന്ന BJPയുടെ നേതാവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ, ഞാൻ പറഞ്ഞില്ലേ തീവ്രവാദ സംഘടനയിലേക്ക് ആൾക്കാരെ പലരെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉദ്ദേശം ഇതാ. അല്ലല്ല, ഈ തീവ്രവാദ സംഘടനകളുടെ ആൾക്കാരെയൊക്കെ കൂലിക്ക് ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ചർച്ചകളെ തടസ്സപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങളോട് കൂടിയാ കാണുന്നല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. ഞാനത് പറഞ്ഞല്ലോ. അവരുടെ കയ്യിലൊന്നും ബൈക്കില്ല. കൃഷ്ണകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരീക്ഷിക്കുന്ന നേതാവാണ്. ഞാനും കൃഷ്ണകുമാറൊക്കെ ഒരുമിച്ച് യുവമോർച്ച പ്രവർത്തനത്തിൽ വന്ന ആൾക്കാരാണ്. കാരണം കേരളത്തിൽ BJPക്ക് പഞ്ചായത്ത് മെമ്പർമാർ ജയിക്കുന്നതിനൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, 20 വർഷത്തിന് മുമ്പ് കൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജയിച്ചു തുടങ്ങി. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ സ്വാഭാവികമായിട്ടും BJPക്ക് വളരെ കുറച്ച് പേരെ വോട്ട് ചെയ്യാറുള്ളൂ.
അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആരും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം വോട്ടർമാരുള്ള വാർഡിൽ നിന്നുൾപ്പെടെ കൃഷ്ണകുമാർ തുടർച്ചയായിട്ട് ജയിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ കൃഷ്ണകുമാർ ജയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനൊന്ന് പറയട്ടെ സുഹൃത്ത്, ഞാൻ മുനിസിപ്പാലിറ്റി കാര്യം ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു മുനിസിപ്പാലിറ്റിയുടെ ഭരണം കിട്ടിയപ്പോൾ അദ്ദേഹം വൈസ് ചെയർമാനായി, ചെയർപേഴ്സൺ പദവി വനിതയ്ക്കായിരുന്നു. അമൃത് പദ്ധതി അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രിയും അവിടെയുള്ള ഉന്നത നേതാക്കന്മാരുമായുള്ള ബന്ധം വെച്ചുകൊണ്ട് പാലക്കാടിന് കൊണ്ടുവന്ന് വിജയകരമായി നടപ്പിലാക്കി. അപ്പോൾ അത്തരത്തിലുള്ള വിജയിച്ച ഒരു സാഹചര്യമുള്ള ഒരു നേതാവിനെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് വളരെ വേഗത്തിൽ തന്നെ എല്ലാ തടസ്സങ്ങളും മാറ്റി അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റ് പാലക്കാട് കൊണ്ടുവരാൻ ഈ അമൃത് കൊണ്ടുപോകുന്ന കലം പാലക്കാട്ടെ മുനിസിപ്പാലിറ്റിയിലൂടെ പോയ ഉടഞ്ഞു പോകൂലേ? ഞാൻ പറയട്ടെ. പാലക്കാട് മുനിസിപ്പാലിറ്റി എന്താ സംഭവം, ഞാൻ അതും അഡ്രസ് ചെയ്യണം. കൃഷ്ണ അല്ല അരുൺ, ഞാൻ അതും അഡ്രസ് ചെയ്യണം. അത് അഡ്രസ് ചെയ്തിട്ട് എനിക്ക് 2 പോയിന്റ് പറയാൻ സമയത്ത്. അതായത് 2015-20 പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരണം BJP ആയിരുന്നു. BJP ഒരുവിധം നന്നായിട്ട് ഭരിച്ചു. അന്നുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചുകൊണ്ടാണ് 2020 ഞങ്ങൾക്ക് അധികാരം കിട്ടിയത്, 28 സീറ്റ്. തൊട്ട് മുമ്പുള്ളത് അത്ര മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ഭരണം BJP കാഴ്ചവെച്ചപ്പോൾ സീറ്റിന്റെ എണ്ണം കൂടിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഭരണ സംവിധാനത്തിന് എതിരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഇവിടെ തിരികെ കയറ്റി, ഫണ്ടുകൾ മുഴുവനും വെട്ടിക്കുറച്ചു, ഫയലുകൾ മുഴുവനും താമസിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആൾട്ടർനേറ്റീവായിട്ട് ഇവിടെ ഒരു പുരുഷ, ഇപ്പോൾ ഞങ്ങളുടെ വളരെ എഫക്റ്റീവായിട്ടുള്ള ചെയർപേഴ്സൺ തന്നെയാണ് ഇപ്പോഴിരിക്കുന്നത്, പ്രിയയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ പാലക്കാട് മാത്രം അവർ വീണ്ടും വനിതാ ചെയർപേഴ്സണെ കൊണ്ടുവന്നു. അപ്പോൾ പാലക്കാട് വളരെ എഫക്റ്റീവായിട്ട് അവർ 5 വർഷം ഭരിച്ചു കാണിച്ചാണ് വനിതാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. അതുകൊണ്ടാണല്ലോ വീണ്ടും ഭരണം വന്നത്. അതിനുശേഷം മുഴുവൻ ഭരണ സംവിധാനത്തെയും അവരെ തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പരിമിതി. അതായത് കേന്ദ്രം എങ്ങനെയാണോ സംസ്ഥാന സർക്കാരിനോട് ചെയ്യുന്നത് അതുപോലെ സംസ്ഥാന മുനിസിപ്പാലിറ്റിയോട് ചെയ്തു. അതൊരാരോപണം. ആ ആരോപണത്തിന് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്, കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ മുമ്പേ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പിടിക്കുന്നില്ല. നമുക്ക് ഇത്ര നേരമായിട്ട് CPM ഞാൻ 2 പോയിന്റ് ഞാൻ ആദ്യം എനിക്ക് സമയം തന്നപ്പോ തന്നെ വാങ്ങാത്തത്, ഞാൻ ഒറ്റയ്ക്ക് ഗോൾ അടിക്കേണ്ട പറയട്ടെ. ഇനി കൃഷ്ണകുമാർ കേരള നിയമസഭയിൽ എത്തേണ്ടതിന്റെ രാഷ്ട്രീയ ആവശ്യം ഞാൻ പറയാം. ഇപ്പോൾ കേരള നിയമസഭയിൽ നടക്കുന്ന ഏറെക്കുറെ ക്രൂഷ്യലായിട്ടുള്ള എല്ലാ ചർച്ചകളിലും VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സറണ്ടർ ആവുകയാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള മാസപ്പടി വന്നപ്പോൾ ഒരു ശക്തമായ പ്രതിഷേധം പോലും ഉന്നയിക്കാതെ പുതുപ്പള്ളിയിലേക്ക് പോയി. പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ CPM തോന്നിയാസം പോലെ വാർഡ് വിഭജന രേഖ കൊണ്ടുവന്നപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു ഒബ്ജക്ഷൻ പോലും ചെയ്യാതെ സഭ ബഹിഷ്കരിച്ചു. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായിട്ട് എതിരാളിക്ക് ഒരു പോരാളി എന്നുള്ള നിലയ്ക്ക് നെഞ്ചുറച്ച് നിൽക്കാൻ വേണ്ടി കൃഷ്ണകുമാർ അവിടെ ചെല്ലേണ്ടത് രാഷ്ട്രീയ ആവശ്യമാണ്. മാസപ്പടി കേസ് അന്വേഷണം എവിടെ എത്തി? ഏത് കേസ്? മാസപ്പടി നിങ്ങളായോണ്ട് അന്വേഷിക്കുന്നത്. SFI അന്വേഷിക്കുന്ന ലോക്കൽ പോലീസ് പോലെയാണ് സ്മൃതി. SFIക്ക് അതിന്റെ സിസ്റ്റം ഇല്ലേ? താങ്കൾ കോടതിയിൽ അന്വേഷിച്ചിട്ടുണ്ടോ? SFIയുടെ കേസ് എവിടെ എത്തിയെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? SFI രൂപീകരിച്ചപ്പോഴാ, SFIയുടെ അന്വേഷണങ്ങൾ തുടങ്ങിയപ്പോഴാ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നിട്ടില്ലേ? താങ്കൾ ഒരു കാര്യം ചെയ്യും, ഈ കേസ് നടക്കുന്ന കോടതിയിൽ പോയിട്ട് അതിന്റെ മുഴുവൻ പേപ്പറും വിവരാവകാശ നിയമം എടുത്ത് നോക്കൂ. കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഞങ്ങളല്ലായിരുന്നുവെങ്കിൽ TP ചന്ദ്രശേഖരനും സോളാർ സമരവും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തീർത്തെന്ന് ജോൺ ബ്രിട്ടാസ് ആണ് പറഞ്ഞത്. അത് ജോൺ മുണ്ടക്കയത്തിന്റെ പുസ്തകത്തിലുണ്ട്. ജോൺ മുണ്ടക്കയം പുസ്തകം എഴുതിയ പറഞ്ഞു ജോൺ ബ്രിട്ടാസ് ഒന്ന് ചർച്ച ചെയ്തിട്ടാണ് സോളാർ സമരവും TPയും കൂടെ ഒത്തുതീർപ്പാക്കിയെന്ന്. എന്തേ ആ അഡ്ജസ്റ്റ്മെന്റ് നടക്കാത്ത നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് നടക്കാത്ത SFI അന്വേഷിക്കുന്നത്. ഞാൻ ചോദിച്ച സ്മൃതി സമാനം പറയാം. ജോൺ മുണ്ടക്കയത്ത് താങ്കൾക്ക് അറിയാമല്ലോ, മനോരമ ബ്യൂറോ ചീഫ് ആയിരുന്നല്ലോ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഇതില്ലേ ജോൺ ബ്രിട്ടാസ്. കൂടി നമ്മുടെ ശാന്തകുമാരി MLA നമുക്ക് ഒപ്പം എത്തിയിട്ടുണ്ട്. CPM പ്രതിനിധി A റഹീം ഇപ്പോഴും റോഡ് ബ്ലോക്കിലാണ്. നൈറ്റ് മാച്ച് നടക്കുന്നു. വെൽക്കം ശാന്തകുമാരി ടു ദി ഡിബേറ്റ്. ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ CPMന്റെ ചിഹ്നത്തിൽ CPMന്റെ ഒരു പാർട്ടി മെമ്പറെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത് വലിയൊരു പരാജയമായിരിക്കില്ലേ? ഒരിക്കലുമില്ല.
പാർട്ടി ചിഹ്നമില്ല, പാർട്ടി സ്ഥാനാർത്ഥി ചിഹ്നം വേണ്ട, സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. ഇവിടെ പാലക്കാട് മണ്ഡലത്തിന്റെ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് നമുക്കറിയാവുന്ന പറയട്ടെ 13 വർഷക്കാലമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ്, സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസനം പോലും സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ പോകുന്നൊരു സാഹചര്യം ഇവിടെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പി സരിൻ ഞങ്ങളോടൊപ്പം കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരുടെയും വോട്ടുകൾ സമാഹരിക്കാൻ തൽക്കാലം ഈ പറഞ്ഞതുപോലെയുള്ള സരിനെ ഞങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിഹ്നം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങളുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം. അതുകൊണ്ട് ഒരിക്കലും ചിഹ്നമില്ലാത്തത് കൊണ്ടൊരു പ്രശ്നമായി പാലക്കാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തിയിട്ടില്ല എന്ന് പറയാൻ പാലക്കാട് 3 മുഖ്യമന്ത്രിമാരെ കിട്ടിയ പാലക്കാട് നിങ്ങളുടെ ചിഹ്നത്തിൽ, അതും പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റുകാർ ഹൃദയത്തിലേറ്റി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം ഇത്തവണ ബാലറ്റ് പേപ്പറിൽ തിരിയുമ്പോൾ അവർ നിരാശപ്പെടേണ്ടി വരും. അവർക്കുള്ളത് സ്റ്റെതസ്കോപ്പാണ്. ഒരാശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. കാരണം സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, അരുൺ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഈ നാട്ടിൽ ഓരോ മനുഷ്യന്റെയും ഹൃദയസ്പന്ദനം അറിയുന്ന സ്റ്റെതസ്കോപ്പ് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം അറിയും, സംശയമില്ല. ആ നിലയിൽ ഡോക്ടർ പി സരിന്റെ ഈ ചിഹ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായി പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനവും വികസനത്തിന്റെ സ്പന്ദനവും അറിയാൻ വേണ്ടി പോവുകയാണ്. അല്ല, ഇവിടെ ഇപ്പോ ശ്രീമതി ശാന്തകുമാരി സൂചിപ്പിച്ചല്ലോ ഹൃദയസ്പന്ദനം അറിയുമെന്ന്. അപ്പോൾ ആ ഹൃദയസ്പന്ദനം അറിയാൻ എന്തുകൊണ്ടാണ് ബിനുമോളെ നിയോഗിക്കാതിരുന്നത്? പാർട്ടി ചിഹ്നം കൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി അറിയാമായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള കാരണം 13 വർഷക്കാലമായിട്ട് വികസന മുരടിപ്പ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മണ്ഡലം മാറുകയാണ്. കാരണം മുനിസിപ്പാലിറ്റിയും കണ്ണാടി, മാത്തൂർ, പിരായിരി എന്ന് പറയുന്ന 3 പഞ്ചായത്തുകൾ മടങ്ങുന്നതാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വികസനം ഇവിടെ പറഞ്ഞല്ലോ, തേനും പാലും ഒക്കെ അമൃതായി ഒഴുക്കി എന്നൊക്കെ പറയുമ്പോഴും വികസനം എവിടെയും എത്തിയിട്ടില്ല. നമുക്കറിയാം, പാതി വഴിയിൽ നിൽക്കുകയാണ് എല്ലാ പദ്ധതികളും. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഫണ്ട് ഞങ്ങൾ എങ്ങനെ ഫണ്ട് പറയട്ടെ? കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിനോട് അനുവർത്തിക്കുന്ന സാമ്പത്തിക ഉപരോധം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞങ്ങൾ MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം കേന്ദ്രത്തെ സമരം ചെയ്തു, സുപ്രീം കോടതിയിൽ കേസിന് പോയി. ഇത്രയേറെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് ചരിത്രത്തിൽ എവിടെയും വായിച്ചു നോക്കിയാൽ ഒരു കേസുണ്ടോ? ബഹുമാനപ്പെട്ട ഉന്നതമായ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് നമ്മളെ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നയിച്ച അവരെ അതിലേക്ക് തള്ളിവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം UDF-ഉം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി BJP എന്ന സർക്കാരാണ്. ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന വ്യവസ്ഥാപിതമാണ്. അത് തകർക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം മുഴുവൻ അവിടെ സമാഹരിക്കുകയും നമുക്ക് തരേണ്ട വിഹിതം തരാതിരിക്കുകയും ചെയ്ത് സാമ്പത്തിക മുരടിപ്പും സാമ്പത്തിക ഉപരോധവും അടിയന്തരാവസ്ഥ പോലെ ഉണ്ടാക്കിയെടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരാ വികസനം മുടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടും ചേലക്കരയിൽ നിങ്ങൾ കാലത്തൂരിൽ മാത്രമല്ലേ വിജയിക്കാൻ സാധിച്ചുള്ളൂ? അത് നമുക്കറിയാം. അത് പൊതുവായി കാണുന്ന ഒരു സാഹചര്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് 2 തരത്തിലാണ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ UDF-ന് വിജയം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യും. അത് നടപ്പിലാക്കാൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. ഏറ്റവും വിദ്യാസമ്പന്നൻ, ഡോക്ടറും IAS-ഉമായ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ ഏറ്റവും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ IAS. രാഹുൽ ബാഗൂടത്തിൽ വിദ്യാഭ്യാസ യോഗ്യമുണ്ട്. സ്റ്റീഫൻസിലാണ് പഠിച്ചത്. വിദ്യാർത്ഥിയാണ്. ഡോക്ടറുമല്ല, IAS-കാരനുമല്ല. മറ്റ് സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് വലിയ വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ശബ്ദം, പാലക്കാടിന്റെ ശബ്ദം നിയമസഭയിൽ പ്രതിധ്വനിക്കണമെങ്കിൽ ചോദിച്ചോട്ടെ, ഇനി അങ്ങോട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിരിക്കുമോ മാനദണ്ഡം? അത് മാത്രമല്ല ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഞങ്ങളുടെ പല സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ്, ആയിരുന്നവരാണ്. പാർട്ടിയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ മാറി
മാറി വന്ന രാഷ്ട്രീയ സെനോറിയിൽ തീർച്ചയായും പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പാർട്ടിയുടെ വിലയിരുത്തൽ. നിങ്ങളെ കോൺഗ്രസിൽ നിന്നും പെട്ടെന്ന് വന്നുകൊണ്ട് സരിനൊരു അവസരം കൊടുത്തു. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ഇളക്കമുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് സന്ദീപിന്റെ കാര്യത്തിലും. സന്ദീപിന്റെ കാര്യത്തിൽ സ്വാഗതം ആദ്യം പറഞ്ഞു. സന്ദീപ് പുറത്തു വന്ന് നിലപാടൊക്കെ മാറ്റട്ടെ, അതുവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് എന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകും എന്ന് വരെ AK ബാലനെ പോലെ മുതിർന്ന നേതാവ് പറഞ്ഞു. അത് കഴിഞ്ഞ് കോൺഗ്രസ് രഹസ്യമായ ചർച്ച നടത്തി. കോൺഗ്രസ് അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴേക്കും എന്താണ് കഴുത്തിലിട്ടിരിക്കുന്ന എന്താണ് ഇട്ടിരിക്കുന്ന കാളിയനായി പറയുന്നത് ശരിയാണോ? അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താണല്ലോ. ഒറ്റ കാര്യം പറയാം. അല്ല, അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാവ് ചർച്ച ചെയ്യപ്പെട്ട വിഷയം ലൈവായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിലൊക്കെ തർക്കമൊന്നുമില്ല. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് നോക്കൂ, BJP എന്ന് മാത്രമല്ല RSS കടുത്ത വർഗീയവാദിയായ പിന്നെ സന്ദീപ് വാര്യരെ അദ്ദേഹം വെട്ടിത്തെളിഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ കൃഷ്ണകുമാറിന് വേണ്ടി മത്സരിക്കാൻ വരില്ല എന്ന് പിന്നെ പ്രചരണത്തിൽ വരില്ല എന്ന് പറയുകയും ഒരു സുപ്രഭാതത്തിൽ നേരെ UDF-ലേക്ക് പോവുകയും ചെയ്തു. ഡോക്ടർ സരിൻ അങ്ങനെയല്ല. ഡോക്ടർ സരിൻ അങ്ങനെയല്ല. സരിൻ ചെയ്തത് അദ്ദേഹം UDF-ലായിരുന്നു, തർക്കമില്ല. BJP RSS-ഉം UDF-ഉം നൽകിയിട്ടുള്ള അവസരവാദ സമീപനത്തിന്റെ ഭാഗമായി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. സരിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് സ്റ്റെതസ്കോപ്പ് വേണ്ടി വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞ പലരും. രണ്ടാമത്തെ ഒരു ചോദ്യം. നോക്കൂ, സന്ദീപ് ഇട്ടാൽ അത് വള്ളി നിൽക്കലും, സരിനിട്ട ബർമുട ആവൂല. രണ്ടൊരേ വിഷയമാണ്. സംഘടനാ നേതൃത്വവുമായിട്ട് പിണങ്ങി വന്നു. സംഘടനാ നേതൃത്വവുമായിട്ട് സരിൻ ശാന്തകുമാരി മാം, വിത്ത് ഡ്യൂ റെസ്പെക്ട്, നോക്കൂ, സരിൻ ഇറങ്ങി വന്നത് പ്രത്യയശാസ്ത്ര പ്രശ്നത്തിനെ തുടർന്നൊന്നുമല്ല. സരിൻ ഇറങ്ങി വന്നത് VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയം. ആ ത്രയത്തോട് ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങി വന്നു. ഇവിടെ ഇപ്പോ സന്ദീപ് പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണകുമാർ, രഘുനാഥ്, അതേപോലെ സുരേന്ദ്രൻ. ഈ ത്രയത്തോട് ഫൈറ്റ് ചെയ്തിട്ടാ. അപ്പൊ അവിടെയും ത്രയം, ഇവിടെയും ത്രയം. എന്താ വ്യത്യാസം? ആ ത്രയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയട്ടെ ഡോക്ടർ സരിൻ പുറത്തു വന്നു എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. സ്ഥാനാർത്ഥിത്വം മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരികയും അതിന്റെ ഭാഗമായി അദ്ദേഹം ആഗ്രഹിച്ച ഗാന്ധിജി കണ്ടതും നെഹ്റു കണ്ടതും ഒന്നും അല്ല അദ്ദേഹം മനസ്സിലാക്കി രാഷ്ട്രീയമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നത്. സ്വാഭാവികമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം രീതിയിൽ കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും അതിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് തുറന്ന മനസ്സോടുകൂടി പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ് കടന്നു വരുന്നവരെ ഞങ്ങൾ നിരാകരിക്കേണ്ട കാര്യമുണ്ടാവും എനിക്ക് തോന്നുന്നു. രണ്ടാം റൗണ്ടിലേക്ക് അതിഥികളുടെ ചോദ്യങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാം. ഞാൻ എൻ്റെ ഇടതുപക്ഷ MLA ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടെന്ന് കരുതി. കാരണം ഫൈറ്റ് നടക്കുന്നത് UDF-ഉം BJP-യും തമ്മിലാണല്ലോ. അത് പ്രസക്തിയില്ലാത്ത ഒരു കക്ഷിയൊന്നുമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇവിടുന്ന് കൈയടിക്കുന്ന കൈയടിക്കുന്ന ഇവിടുന്ന് കൈയടിക്കുന്ന ഇവർ മൂന്നുപേരും നിങ്ങൾ തമ്മിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. അഭിപ്രായം തിരിച്ചാണോ? ഒരു സംശയം വേണ്ട. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അഭിപ്രായം തിരിച്ചാണോ? BJP-യും UDF-ഉം തമ്മിലാണ്. പക്ഷേ കെ മുരളീധരൻ പറയുന്നത് തിരിച്ചാണ്. മുരളീധരനെ MSF തിരുത്തുകയാണ്. കെ മുരളീധരൻ പറയുന്നത് തിരിച്ചാണ്. മുരളീധരനെ തിരുത്തുകയാണോ? അരുൺ കെ മുരളീധരനെ MSF എന്റെ ചോദ്യം, കെ മുരളീധരനെ MSF തിരുത്തുകയാണോ? ഉൾപ്പെടെ UDF-ഉമായി ഞങ്ങൾക്ക് LDF-ഉമായി ഞങ്ങൾക്ക് ഫൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് എവിടെയാണെന്നറിയോ? ഞങ്ങളെ ചതിച്ചപ്പുറത്ത് കടന്ന ഒരാൾ, അയാളെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയ അജണ്ടയാണ് ഞങ്ങൾ ഫൈറ്റായി എടുക്കാണ്. മൂന്നാം സ്ഥാനത്തായിരിക്കും ഞങ്ങൾക്ക് തർക്കമില്ല. എന്റെ ചോദ്യം
കാര്യത്തിൽ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ഇവിടെ MLA പറഞ്ഞു ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിയ നക്ഷത്രം ഞങ്ങളെ മനസ്സിലുണ്ട്, സ്റ്റെതസ്കോപ്പ് ഞങ്ങളെ ബാലറ്റിലുണ്ട്. ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊന്നാനി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അരുൺകുമാർ ചർച്ച നടത്തുകയാണ് ഇതുപോലെ ഇടതുപക്ഷത്തെ പ്രതിനിധിക്കുന്നത്. അപ്പൊ പറഞ്ഞു എന്തിനാ ഈ ചിഹ്നം നിങ്ങൾ വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടി പത്ര വികാരമാണ്, അത് ഞങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, ആര് വന്നാലും ചിഹ്നം കൊടുക്കും. ആ പറഞ്ഞ ആളുകൾ പറയാണ് ഇപ്പൊ മനസ്സിലുണ്ട്, സ്റ്റെതസ്കോപ്പ് ആണ് ഇതിലുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കൈയടിക്കുന്ന സഖാക്കൾക്ക് ഒരു ആശ്വസിക്കാം. എന്തായാലും എന്താണ് മരപ്പട്ടിയും ഈനാമ്പേച്ചും അല്ലല്ലോ, ഒരു സ്റ്റെതസ്കോപ്പ് അല്ലേ എന്നൊരു ആശ്വാസത്തിൽ കൈയടിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ രാഷ്ട്രീയമായ ഒരു കാര്യം BJPയുടെ പ്രതി ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആവർത്തിച്ച് അദ്ദേഹം പറയാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും മുമ്പത്തെ ഞായറാഴ്ചയും പാലക്കാട് വന്നപ്പോ കുറെ നിരോധിച്ച സംഘടനയുടെ ആളുകളെ കണ്ടു. അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞു അങ്ങനെ നിരോധന സംഘടന ആളുകൾ കണ്ടില്ല, പേര് സഹിത അഡ്രസ് ഇപ്പൊ പറയണം, അവർക്കെതിരെ കേസ് എടുക്കട്ടെ, അവരെ മാറ്റി നിർത്തട്ടെ. അതൊന്ന് പറ, വെറുതെ പുകമറ സൃഷ്ടിക്കരുത്. ഞാൻ പറഞ്ഞു തീർക്കാം, തീർത്തിട്ട് പറയാം. നിങ്ങളുടെ അവസരത്തിൽ പറയാം. ഒന്ന്, അപ്പോ ആ സംഘടന ആളുകളുടെ പേര് കൊടുക്കണം, അത് ഇവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത് BJPയുടെ പ്രതിനിധിയും UDFന്റെ പ്രതിനിധിയും പറയുന്നത് ഇവിടെ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നും ഉണ്ടാവില്ല, അതിന്റെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ലാന്നാണ്. കാരണം ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നത് CJPയോടാണ്, നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്ത് ഒരുപാട് മത്സരിക്കാണ്, ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല. ഞങ്ങൾ പറയുന്നു ഇവിടെ കൂട്ടുകെട്ടുണ്ട്, ഇവിടെ പിണറായി വിജയനും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ നമ്മൾ കൂട്ടുകെട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? സഖാക്കളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറയാം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹേമന്ത് സോറൻ ജയിലിലാണ്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, DK ശിവകുമാർ വേട്ടയാടപ്പെടാൻ, തൊട്ടപ്പുറത്ത് സ്റ്റാലിൻ വേട്ടയാടപ്പെടാൻ, മമത വേട്ടയാടപ്പെടാൻ, എന്തിനാ വേട്ടയാടപ്പെടാൻ. ആ സമയത്ത് ഇവരുടെ ആരുടെയെങ്കിലും മക്കളുടെ പേരിൽ SFIO കേസ് ഉണ്ടോ? ഇല്ല. ഇവരുടെ ആരെങ്കിലും PA ജയിലിലാണോ സ്വർണ്ണ കേസിൽ? അല്ല. ഇവരാരെങ്കിലും 325 കോടി കട്ടതിന്റെ പേരിൽ കേന്ദ്ര അന്വേഷണത്തിന് വക്കീല് വരാതെ 41 തവണ കേസ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഇവർക്ക് പിടിക്കണമെങ്കിൽ ആദ്യം പിടിക്കാൻ കഴിയുക ഇവരെയാണ്. പക്ഷെ ഇവരെ പിടിക്കൂല, പകരം ഇരട്ടി തപ്പിക്കളിക്കാൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഇവിടെ CPM-ഉം BJP തമ്മിൽ അന്തർധാരയുണ്ട്. ഒറ്റ ചോദ്യം, ഒരു ചോദ്യം. അല്ല താങ്കൾ പറഞ്ഞതുകൊണ്ട് പിണറായി വിജയനെതിരെ ഒരു നിമിഷം, പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികളോ സംസ്ഥാന സർക്കാരിന്റെയോ ഇപ്പോൾ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു കേസിൽ FIR ഇട്ടിട്ടുണ്ടോ പിണറായി വിജയനെതിരെ? പിണറായി വിജയനെതിരെ ഏത് അന്വേഷിച്ച നിയമപരമായി FIR ആണ്? SFI അന്വേഷിക്കുന്നത് കേരള സർക്കാരാണോ? തിരുവഞ്ചൂർ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ തിരുവഞ്ചൂരായിരുന്നില്ല ആഭ്യന്തരമന്ത്രി, പിണറായിയുടെ പേര് FIR ഉണ്ടോ? പിണറായി വിജയനാണോ പ്രതി? അങ്ങനെ തെളിവുണ്ടോ? ഞാൻ പറയട്ടെ, പിണറായി വിജയനാണ്, തെളിവുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസിയോ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഏജൻസി ഞാൻ ചോദിക്കട്ടെ, SFIO കേസിൽ പിണറായിയുടെ മകളാണ് പ്രതിസ്ഥാനത്തെ കാര്യം തർക്കമില്ലല്ലോ, തെളിവ് ശേഖരിക്കപ്പെടണം. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഇതാ ഇവരുടെ പേരിലുമുണ്ട് കേസ്. FIR വായിച്ചു നോക്ക്. ഞാൻ പറയാം ആരന്വേഷിക്കണം, അന്വേഷിക്കട്ടെ. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒരു നിമിഷം, കരിമണൽ കർത്തയിൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് പറയുന്ന നേതാക്കളിൽ ഏറ്റവും കൂടുതൽ പേർ ഏത് പാർട്ടിയിലാ? ഞാൻ പറയട്ടെ, ഏത് പാർട്ടിയിലാ? പറയൂ. നിങ്ങൾ പറയുന്ന അതിന്റെ റിപ്പോർട്ട് ആയാലും അന്വേഷിക്കേണ്ടത് ആരാ? ഒന്നെങ്കിൽ ഇവർ അന്വേഷിക്കണം. കേരള പോലീസ് എങ്ങനെ അന്വേഷിക്കും? നിൽക്കുന്നു. ഏത് അന്വേഷണ ഏജൻസിക്കും വരാം. കരിമണൽ കർത്തയുടെ ഓഫീസ് ഉൾപ്പെടെ റെയ്ഡ് ചെയ്തത് കേന്ദ്ര ഏജൻസിയാ. അങ്ങനെ ഇബ്രാഹിം കുഞ്ഞിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പുറത്തു വന്നത്. ഞാൻ പറയട്ടെ, അച്യുതാനന്ദൻ ആരോഗ്യം ഉണ്ടായിരുന്നപ്പോ ഐസ്ക്രീം പാർലറിലും അതുപോലെ തന്നെ ഹവാല ഇടപാടിലും അച്യുതാനന്ദൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കി. അന്ന് അഡ്ജസ്റ്റ് കൊടുത്ത പിണറായി വിജയനാ. എല്ലാവർക്കും അറിയാം ആ കാര്യം. ഞാൻ പഴയ കാര്യങ്ങളായിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ മകൾക്കും കുടുംബത്തിനും എതിരെ ശക്തമായ അന്വേഷണം നടക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരിക്കുന്നതുകൊണ്ടാണ്. TP ചന്ദ്രശേഖരൻ വധം ഒരു സ്റ്റെപ്പ് കൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ കോൺസ്പിറസിയിൽ പിണറായി വിജയൻ പിടിവീഴുമായിരുന്നു. എന്തുകൊണ്ട് കൊടകര കുഴപ്പണ കേസിൽ ഇതുവരെയും ED അന്വേഷണം ആരംഭിച്ചില്ല?
കൊടകര കുഴപ്പണൽ കേസുണ്ടോ? കൊടകര കുഴപ്പണൽ കേസുണ്ടോ? FIR നമ്പർ പറ. FIR നമ്പർ പറ. ചോദ്യം FIR ഒറ്റ സംശയം. കേസുണ്ടോ? ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു കേസുണ്ടോ? ആ കേസ് ആരിടണം? അങ്ങനെ ഒരു കേസ് കൊടകര കേസുണ്ടോ? ചോദിക്കട്ടെ. കേസ് ഞങ്ങളല്ലല്ലോ ഇടേണ്ടത്. ഞങ്ങളല്ലല്ലോ. കേരള പോലീസ് ഇടാൻ പറ്റുമോ? താങ്കൾ കുഴൽപ്പണ കേസെന്ന് പറഞ്ഞു. താങ്കൾ അങ്ങനെ ഉണ്ടോ? അങ്ങനെ കേസില്ലല്ലോ. അങ്ങനെ കേസില്ലല്ലോ. അങ്ങനെ കേസുണ്ടോ? കേരള പോലീസ് ഞങ്ങളുടെ കയ്യിലല്ലോ. കേരള പോലീസ് ഞങ്ങളുടെ കയ്യിലല്ലോ. അങ്ങനെ കേസ് PMLA ആക്ട് പ്രകാരം കുഴൽപ്പണ കേസ് അന്വേഷിക്കേണ്ട ഏജൻസി രാജ്യത്താരാ? കേന്ദ്ര ഏജൻസി. കേസിട്ടോ? ഹൈക്കോടതിയിൽ കേസിട്ടോ? ആ കേസിൽ ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസി ED കൊടുത്ത് അവിടെ ഒരു താങ്കൾ വായിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? ഹൈക്കോടതി ED കൃത്യമായിട്ട് ED കൊടുത്ത് അവിടെ വായിച്ചിട്ടുണ്ടോ? കൊടുത്ത് അവിടെ ഇന്നലെ കൊടുത്ത അവിടെ ഉൾപ്പെടെ കൃത്യമായിട്ട് ED നടക്കുന്ന അന്വേഷണത്തിൽ കൊടകര കുഴൽപ്പണ കേസൊന്നും ഒരു കേസില്ല. ഇതുവരെ അങ്ങനെ ഒരു കേസില്ല. എന്തുകൊണ്ട്? അവിടെയുള്ള കവർച്ച കേസ്. അവിടെയുള്ള കവർച്ച കേസാ. കവർച്ച കേസ് കേരള പോലീസിന്റെ, കുഴൽപ്പണ കേസ് ED-യുടെ കേസ് ഉണ്ടോ ഇല്ലയോ? എടുത്തു കഴിഞ്ഞു. കേസിൽ FIR എടുത്തു. അല്ല, പ്രതികളെ കഴിഞ്ഞു. കുഴൽപ്പണ കേസിലോ? കവർച്ച കേസാണ് അവിടെ ഉള്ളത്. കുഴൽപ്പണ കേസ് എവിടെ? അന്വേഷണം വരട്ടെ. ബാക്കി അന്വേഷണം വരട്ടെ. അതിൽ കാര്യമില്ല. ചോദ്യം അരുൺ ചോദിച്ച ചോദ്യം വലിയ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിയിട്ട് ആരും ബഹളം കാണിക്കേണ്ട ആവശ്യമില്ല. അന്വേഷണം വരട്ടെ. ഉള്ളത് ഒരു ലോജിക്കല്ല അവിടെ. അതൊക്കെ എത്രയോ പറഞ്ഞ് പഴവിയതാ. അവിടെ ഉള്ളത് ഒരു കവർച്ച കേസ്. അതിലെ പ്രതികളെയും പിടിച്ചു. അതൊക്കെ പശുവും ചത്ത് തൈരിലെ മോറിലെ പുളിയും പോയായിരുന്നേ. മോറിലെ പുളി എത്ര കാലം കൊണ്ട് കിടന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഈ കുഴൽപ്പണം ചക്ക മാങ്ങാന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് 75,000 വോട്ടിനാ ആ ജില്ലയുടെ സുരേഷ് ഗോപി ജയിച്ചത്. 75,000 വോട്ടിനാ ജയിച്ചത്. ഇനിയും പറഞ്ഞോ പാലക്കാടും ജയിക്കും. 75,000 നിങ്ങൾ തള്ളിക്കളഞ്ഞേ. ഞാൻ പറയട്ടെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തി നടത്തി സുപ്രീം ഹൈക്കോടതി തന്നെ എന്താ കേസ് എടുക്കാത്ത ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്നൊരു ആരോപണത്തിന് മറുപടി CJP അല്ല. നോക്കൂ, ഇപ്പോ K മുരളീധരന് ഈ തൃശ്ശൂർ കൊണ്ട് നിർത്തി 86,000 വോട്ട് കോൺഗ്രസ് മറിച്ച് ഇവർക്ക് കൊടുത്തതിന് ഞാൻ ഇങ്ങനെ സമവാക്യത്തിൽ പറയുന്നില്ല. വളരെ വളരെ വ്യക്തമാണ്. 86,000 വോട്ട് എവിടെ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിവ്യൂ എവിടെ? തെരഞ്ഞെടുപ്പ് റിവ്യൂ പറയൂ. തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ 86,000 വോട്ട് നിങ്ങളുടെ പോയി എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആധികാരികമായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തൃശ്ശൂരിൽ ഞാൻ പറയട്ടെ, കൊഴൽപ്പണ കേസിനെ സംബന്ധിച്ച് 40,45 ലക്ഷം രൂപയെ സംബന്ധിച്ചുള്ള വിശദീകരണം കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കണം. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കേണ്ടത്. അത് എന്താ ഇവര് അന്വേഷണം നടത്താൻ പ്രയാസം എന്താണ്? കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് BJP-യുടെ നേതാവ് സുരേന്ദ്രനാണ്. നരേന്ദ്രമോദി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മൊട്ട് വരയ്ക്കുകയാണ്. ആ കേസ് എടുക്കട്ടെ. ഞങ്ങള് സംസ്ഥാന ഗവൺമെന്റ് കവർച്ചയുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ്? VV രാജേഷ്, ഞങ്ങൾ അഞ്ചക്ക ഭൂരിപക്ഷമാണ്. 10,000 മുകളിൽ. ഞങ്ങൾ 10,000 മുകളിൽ. ഇന്ന് കൃഷ്ണകുമാർ പറഞ്ഞല്ലോ, ഇത് ആദ്യം പറഞ്ഞത് ഞാനല്ലെന്നേ. ഇന്ന് ആത്മവിശ്വാസത്തിന്റെ ഉച്ചസ്ഥായിരുന്നുകൊണ്ട് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ 5 ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. BJP-യുടെ ടീമിന് ആത്മവിശ്വാസം ഇപ്പോ ഉണ്ടോ? ഞങ്ങൾ നല്ല ആത്മവിശ്വാസം. എന്നെ പോലുള്ള അരുൺ, എന്നെ പോലുള്ള ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെ നേരത്തെ വന്ന അനീഷാണല്ലോ, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം, ഞങ്ങൾ സമയം മെനക്കെടുത്ത് ഇവിടെ വന്നിക്കൂ. നല്ല ആത്മവിശ്വാസമുണ്ട്. ഇനി ബഹുമാനപ്പെട്ട MLA നേരത്തെ ചോദിച്ചതും അവിടെ ഏതോ ഒരു ചേട്ടൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതിനും കൂടെ ഒരു 10 സെക്കൻഡിൽ ആ ഉത്തരം പറഞ്ഞോട്ടെ. ഇവിടെ ഒരു ചേട്ടൻ ചോദിച്ചു,
നിങ്ങളുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആക്കുമോ എന്ന് ആദ്യം എന്നോട് ചോദ്യം ചോദിച്ചു. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെക്കുറിച്ചും പറഞ്ഞ് എൻ്റെ പൊന്നമ്മല്ലേ, ഞാൻ 40 വർഷം കൊണ്ട് നിങ്ങളുടെ പാർട്ടി പഠിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ഞാൻ വരുന്നത്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഞാൻ പറയണ്ടല്ലോ പറഞ്ഞ് CPM-കാര് കൊടിയും കൊണ്ടാണ് മോളിൽ ഇരിക്കുക. CPM തൊഴിലാളികൾ മണ്ണെണ്ണയും കൊണ്ട് മരത്തിന്റെ മോളില മണ്ണെണ്ണയും കൊണ്ട് CIT തൊഴിലാളികൾ മരത്തിന്റെ മോളില. MLA പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അന്താരാഷ്ട്ര ബഹുമതി അത് മാത്രമല്ല, അന്താരാഷ്ട്ര അവാർഡ്. ഞാൻ വിട്ടു. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് P. സരിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്ര? ഞങ്ങൾ ഇവിടെ ബഹുഭൂരിപക്ഷം ത്തോടെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ ആത്മവിശ്വാസം ഇല്ലേ? ജയിക്കും, ഞങ്ങൾ ജയിക്കും. ഒരു ആത്മവിശ്വാസക്കുറവ് ഞങ്ങൾക്കില്ല. ഭൂരിപക്ഷം പ്രവചിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലേ? കാലത്തെ പാലക്കാടിന്റെ ശാപമോക്ഷം ഡോക്ടർ സരിനിലൂടെ നേടും. ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഞാൻ MLA-യോട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ചോദ്യം ചോദിക്കുകയാണ്. അരുൺ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് ശേഷം അരുൺ പറഞ്ഞു, കഴിഞ്ഞതിന് ഇടതുപക്ഷം കൂടി വോട്ട് ചെയ്താണ് ഷാഫി ജയിച്ചതെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യൂ? ഇല്ലല്ലോ. അല്ല, സരിൻ പറഞ്ഞു, സ്ഥാനാർത്ഥി പറഞ്ഞു. ഇപ്പൊ വോട്ട് ചെയ്യൂല്ലേ? 5000 വോട്ട് കൊടുത്തു എന്നുള്ളതാ. തൃത്താല MP രാജേഷ് ഷാഫി വോട്ട് മറിച്ചു കൊടുത്തു. ഇവിടെ തൃത്താല MP രാജേഷ് ഷാഫി വോട്ട് മറിച്ചു കൊടുത്തു. ഇവിടെ MP രാജേഷ് വോട്ട് മറിച്ച് ഷാഫിക്ക് കൊടുത്തു. ഇതാണ് സരിൻ പറഞ്ഞത്. സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ രാഹുൽ ഈ നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ ചരിത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. അത് പറയാൻ ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവും ഞങ്ങൾക്കില്ല. 100% ആത്മവിശ്വാസം ഞങ്ങൾ പറയുന്നു. UDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പിലായിരിക്കും. താങ്ക് യു നവാസ്, താങ്ക് യു ശാന്തകുമാരി MLA, താങ്ക് യു VV രാജേഷ് ചർച്ചയിൽ ചേർന്നത്.